ഇന്നോടെ ഞാവൽക്കാട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായി നമ്മുടെ ഇവിടെ എത്തുന്നു മിട്ടുമുയൽ. ഞാവൽക്കാട്ടിലെ കാട്ടുതീ ആശങ്കപ്പെടുത്തും. എന്തു ചെയ്യണമെന്നറിയാതെ ഗരുഡമ്മാവൻ. ഉണ്ടക്കണ്ണനും കൂട്ടരും വനവകുപ്പിനെ വിവരങ്ങൾ അറിയിച്ചു. മൃഗരാജൻ ഞാവൽക്കാട്ടിൽ മൃഗങ്ങളുടെ സഭ വിളിച്ചുകൂടി. ഞാവൽക്കാട്ടിൽ 2 ദിവസമായി ശക്തമായ മഴ. 2 ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് പ്രശസ്ത കാലാവസ്ഥാ റിപ്പോർട്ടർ പീക്കിരി തവള അറിയിച്ചു. ഞാവൽക്കാട്ടിൽ മഴ വന്നതോടെ തീ അണഞ്ഞു. നോക്കാം വാർത്തകൾ വിശദമായി. ഞാവൽക്കാട്ടിലെ കാട്ടുതീ ആശങ്കപ്പെടുത്തുന്നു. ഞാവൽക്കാട്ടിൽ തീ പടർന്നതോടെ പക്ഷികളും മൃഗങ്ങളും ഞാവൽക്കാട് വിട്ടുപോകാൻ തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. അതിനാൽ എല്ലാ പക്ഷികളും മൃഗങ്ങളും ആശങ്കയിൽ. ഇന്ന് നോക്കാം മറ്റൊരു പ്രധാന വാർത്ത. എന്തു ചെയ്യണമെന്നറിയാതെ ഗരുഡമ്മാവൻ. പക്ഷികൾ ഞാവൽക്കാട് വിട്ടുപോകുന്ന സമയം എന്തു ചെയ്യണമെന്നറിയില്ല ഗരുഡമ്മാവന്. ഉണ്ടക്കണ്ണനും കൂട്ടരും വനവകുപ്പിനെ വിവരങ്ങൾ അറിയിച്ചു. ആരായിരിക്കും തീയിട്ടത് എന്ന അന്വേഷണത്തിന് വേണ്ടി ഉണ്ടക്കണ്ണനും കൂട്ടുകാരും വനവകുപ്പിന് വിവരങ്ങൾ നൽകി. ഇന്ന് ഉച്ചയോടെയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം ഞാവൽക്കാട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായി എത്തുന്നു ഉണ്ടക്കണ്ണൻ മൂങ്ങ. മിസ്റ്റർ ഉണ്ടക്കണ്ണൻ, താങ്കൾക്കിപ്പോൾ കേൾക്കാമോ? കേൾക്കാം പറ്റും. ശരി, എന്താണ് ഞാവൽക്കാട്ടിലെ ഇപ്പോഴത്തെ സ്ഥിതി? ഞാവൽക്കാട്ടിൽ ഇപ്പോഴും മഴ കോരിച്ചൊരിയുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതെ മിട്ടു, ഇപ്പോഴും മഴ ഇവിടെ കോരിച്ചൊരിയുകയാണ്. എന്തായാലും പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം ആശ്വാസമായിട്ടുണ്ട്. ശരി, ഇതിനു പിന്നിൽ താങ്കൾ നാട്ടുമനുഷ്യർ തന്നെയാണെന്ന് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം എന്താണ്? മിട്ടു, കാട്ടുമനുഷ്യർ കരിയില കൂട്ടി തീയിടാറുണ്ടായിരുന്നു. പക്ഷേ അവർ ആവശ്യം കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടേ അവർ പോകാറുള്ളൂ. കാരണം കാട് അവരുടേതും കൂടിയാണല്ലോ. അവർ നിൽക്കുന്നത് കാട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ നാട്ടുമനുഷ്യർ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെ മിട്ടു, എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം. കാരണം വനവകുപ്പിനെ നമ്മൾ വിവരങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. അവരിത് സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരി മിസ്റ്റർ ഉണ്ടക്കണ്ണൻ, ഇത്രയും സമയം നമ്മുടെ കൂടെ തിരക്കിലാണെങ്കിലും ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. ഇനി നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. ഞാവൽക്കാട്ടിൽ 2 ദിവസമായി ശക്തമായ മഴ. ഇനി ഞാവൽക്കാട്ടിലെ ദൃശ്യങ്ങളുമായി എത്തുന്നു ബില്ലു ഡിഗ്രൂസ് കരടി. ബില്ലു, കേൾക്കാമോ ഇപ്പോൾ? ഇപ്പോൾ കേൾക്കാം. ബില്ലു, ഇപ്പോൾ ഞാവൽക്കാട്ടിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പോഴും തീ മുഴുവനായിട്ടും അണഞ്ഞോ? എന്താണ്? ഞാവൽക്കാട്ടിലെ തീ മുഴുവനും അണഞ്ഞു. ഇപ്പോഴും ശക്തമായി മഴ പെയ്യുകയാണ്. പക്ഷികളും മൃഗങ്ങളുമെല്ലാം ഇപ്പോഴും സുരക്ഷിതരാണോ? കുറച്ചു പേരൊക്കെ പരിക്കേറ്റ നിലയിലാണ്. മറ്റു മൃഗങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി 2 ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യത. ശരി, താങ്ക് യു ബില്ലു. വീണ്ടും വാർത്തകളിലോട്ടേക്ക് തിരിച്ചു വരാം. ഞാവൽക്കാട്ടിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. 2 ദിവസം കൂടി കനത്ത മഴയ്ക്ക് സാധ്യത എന്ന് പ്രശസ്ത കാലാവസ്ഥാ റിപ്പോർട്ടർ പീക്കിരി തവള അറിയിച്ചു. ഞാവൽക്കാട്ടിൽ മഴ വന്നതോടെ തീ അണഞ്ഞു. ഇനി ഞാവൽക്കാട്ടിലെ മറ്റു വിശേഷങ്ങളുമായി രാത്രി 7 മണിക്ക് കാണാം. നന്ദി, നമസ്കാരം.